വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം കേട്ടോ. ഫസ്റ്റ് വൺ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി പുതിയതായി നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് വി രാമ സുബ്രഹ്മണ്യൻ. ആരാണ്? ജസ്റ്റിസ് വി രാമ സുബ്രഹ്മണ്യനാണ്. ഇദ്ദേഹം 2016 നോട്ട് നിരോധനം സംബന്ധിച്ച ഹർജികളിൽ വാദം കേട്ട സുപ്രീം കോടതി ബെഞ്ചിൽ അംഗമായിരുന്ന വ്യക്തിയാണ്. ആര്? ജസ്റ്റിസ് വി രാമ സുബ്രഹ്മണ്യൻ. അടുത്തത്, നേരത്തെ ആരായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ? അരുൺ മിശ്രയായിരുന്നു. ആരാണ്? അരുൺ മിശ്ര അല്ലെ. അടുത്തത് നോക്കൂ, ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് വി രാമ സുബ്രഹ്മണ്യൻ. ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെ നിയമിക്കുന്നത്? നമ്മുടെ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് അല്ലെ. അപ്പൊ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപതി മുർമു. അപ്പൊ ദ്രൗപതി മുർമു ആണ് നമ്മുടെ രാഷ്ട്രപതി. ദ്രൗപതി മുർമു ആണ് ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായ ജസ്റ്റിസ് വി രാമ സുബ്രഹ്മണ്യനെ നിയമിക്കുന്നത്. ഇതിന് തൊട്ടു മുൻപ് ആരായിരുന്നു? അരുൺ മിശ്രയായിരുന്നു. അടുത്തത് നോക്കൂ, ഗാന്ധിജി കോൺഗ്രസ് അധ്യക്ഷനായ ഏത് സമ്മേളനത്തിന്റെ 100ാം വാർഷികമാണ് നമ്മൾ ഇപ്പോൾ ആഘോഷിച്ചത്? ഏതിന്റെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ബെൽഗാം സമ്മേളനം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? അല്ലെങ്കിൽ ബെൽഗാവി സമ്മേളനം എന്നൊക്കെ അതിനെ പറയും. അപ്പൊ ബെൽഗാം സമ്മേളനം കർണാടകയിലാണ് നടന്നത്. ഗാന്ധിജി കോൺഗ്രസിന്റെ അധ്യക്ഷ പദം ഏറ്റെടുത്തത് അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ഒരേ ഒരു കോൺഗ്രസ് സമ്മേളനത്തിൽ മാത്രമാണ്. 1924 ഡിസംബർ 26 കർണാടകയിലെ ബെലഗാവിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ, കോൺഗ്രസിന്റെ 39ാം സമ്മേളനത്തിലാണ് ഗാന്ധിജി INCയുടെ അധ്യക്ഷനാവുന്നത്. അപ്പൊ ഗാന്ധിജി INC അധ്യക്ഷ പദവി ഏറ്റെടുത്തപ്പോ 2 ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ആ INC സമ്മേളനത്തിന്. ഒന്ന്, അയിത്തോച്ചാടനം കോൺഗ്രസിന്റെ മുഖ്യ ദൗത്യങ്ങളിൽ ഒന്നായി ഗാന്ധിജി സമ്മേളനത്തിലൂടെ പ്രഖ്യാപിക്കുന്നുണ്ട്. എന്താണ്? അയിത്തോച്ചാടനം. അപ്പൊ അയിത്തോച്ചാടനം കോൺഗ്രസിന്റെ മുഖ്യ ലക്ഷ്യമായ INC സമ്മേളനം ഏതാണ്? ബൽഗാം സമ്മേളനം. അടുത്തത്, ഹിന്ദു മുസ്ലിം ഐക്യമാണ് ബെലഗാവിയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ്? ഹിന്ദു മുസ്ലിം ഐക്യം. ഇനി ഈ സമ്മേളനത്തില് ഗാന്ധിജിക്ക് അധ്യക്ഷ പദവി കൊടുക്കുമ്പോൾ ഗാന്ധിജി അതിന് മറുപടി പറയാണ്, കോൺഗ്രസ് ഒരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുക എന്നെ സംബന്ധിച്ചിടത്തോളം ഭീരുത്വമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവാദിത്തം ഞാൻ പൂർണ്ണ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു എന്ന് അദ്ദേഹം പറയുകയും കൂടെ ഉണ്ടായിട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ. ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ ഏത് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയാണ്? ഏത് രാജ്യത്തിന്റെയാണ്? കുവൈത്തിന്റെയാണ്. ഏത് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയാണ് ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ എന്ന് ഞാനിപ്പോ ചോദിക്കാനുള്ള കാരണം, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി 2024 ഡിസംബറിൽ 2 ദിവസത്തെ സന്ദർശനത്തിനായി കുവൈറ്റിലെത്തുകയാണ്. അപ്പൊ കുവൈറ്റിലെത്തുമ്പോ കുവൈറ്റിന്റെ എന്താണ് പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ എന്ന് പറയുന്ന ബഹുമതി അദ്ദേഹത്തിന് സമ്മാനിക്കുകയാണ് കുവൈത്ത് കേട്ടോ. ഇനി മോദിക്ക് ലഭിക്കുന്ന, അതായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന 20ാമത്തെ അന്താരാഷ്ട്ര ബഹുമതി കൂടിയാണ് ഏത്? ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ എന്ന് പറയുന്ന കുവൈത്തിന്റെ ബഹുമതി എന്ന് പറയുന്നത്. അത് ഓർക്കണം. മോദിയുടെ സന്ദർശനത്തിനിടെ പ്രതിരോധം, കായികം, സാംസ്കാരികം, സൗരോർജം എന്നീ 4 മേഖലകളിൽ ഇരു രാജ്യങ്ങളും ധാരണാപത്രത്തില് ഒപ്പിടുകയും ഉണ്ടായി. അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്തത്, നമ്മുടെ കേരള ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ പദവി മാറി വേറൊരു പുതിയ സംസ്ഥാനത്തിന്റെ ഗവർണർ പദവി ഏറ്റെടുത്തു. ഏത് സംസ്ഥാനത്തിന്റെ ഗവർണർ പദവിയാണ് കേരള ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഏറ്റെടുത്തത്? ബീഹാർ സംസ്ഥാനത്തിന്റെ. എവിടത്തെയാണ്? ബീഹാറിന്റെ. ഇനി അപ്പൊ നമ്മൾ ഒരു കാര്യം കൂടെ പഠിക്കണം. ബീഹാറിന്റെ ഗവർണർ ആയിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. രാജേന്ദ്ര
വിശ്വനാഥ് അർലേക്കർ, അദ്ദേഹമാണ് പുതിയ കേരള ഗവർണർ. അപ്പൊ ബീഹാറിന്റെ ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് കേരള ഗവർണർ. ഇത് കൂടാതെ ഇനി നമ്മള് ഒന്ന് രണ്ട് പുതിയ ഗവർണർമാരെയും കൂടി നമ്മുടെ രാഷ്ട്രപതി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഹരിബാബു കബംപതി, ഒഡീഷ ഗവർണറായിട്ട് ഹരിബാബു കമ്പതി. ആരാണ്? ഹരിബാബു കബംപതി ട്ടോ. ഇനി അടുത്തത് മിസോറാം ഗവർണറായിട്ട് വി കെ സിംഗ്. മിസോറാം ഗവർണർ വി കെ സിംഗ്. അതുപോലെ തന്നെ ഒഡീഷ ഗവർണർ ആരാണ്? ഹരിബാബു കബംപതി. ബീഹാർ ഗവർണർ ആരാണെന്നാ പറഞ്ഞത്? ആരിഫ് മുഹമ്മദ് ഖാൻ. കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ക്ലിയർ ആയില്ലേ? അടുത്തത് അണ്ടർ-19 വനിതാ ഏഷ്യ കപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീം ഫൈനലിൽ ഏത് ടീമിനെയാണ് തോൽപ്പിച്ചത്? അപ്പൊ നമ്മൾ ഒരു കാര്യം പഠിച്ചു. അണ്ടർ-19 വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം ആര് നേടി? ഇന്ത്യ നേടി ട്ടോ. അപ്പൊ ആരെ തോൽപ്പിച്ചിട്ടാണ് ഇന്ത്യ അത് നേടിയതെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? ബംഗ്ലാദേശിനെ തോൽപ്പിച്ചാണ്. അണ്ടർ-19 വനിതാ വിഭാഗത്തിൽ ആദ്യത്തെ ഏഷ്യ കപ്പ് കൂടിയാണിത്. ഫൈനലിൽ ബംഗ്ലാദേശിനെ 11 റൺസിനാണ്. എത്ര റൺസിനാണ്? 11 റൺസിനാണ് ഇന്ത്യൻ വനിതകളെ തോൽപ്പിക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഗോവയിലെ പനാജിയിൽ നടന്ന 55ാമത് ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ IFFI അല്ലെ, ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം നേടിയ ലിത്വാനിയൻ സിനിമ ഏത്? അപ്പൊ എന്തൊക്കെ ചോദ്യം നമ്മൾ മനസ്സിലാക്കിയേ? ഗോവയിലെ പനാജിയില് എത്രാമത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നടന്നേ? 55ാമത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നടന്നു. മികച്ച ചിത്രം നേടിയത് ആരാണ്? എവിടത്തെ സിനിമയാണ്? ലിത്വാനിയൻ സിനിമയാണ്. മികച്ച ചിത്രത്തിന് കൊടുക്കുന്ന അവാർഡിന്റെ പേരെന്താണ്? സുവർണ മയൂരം എന്നാണ്. അപ്പൊ ഗോവയിലെ പനാജിയിൽ നടന്ന 55ാമത്തെ ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം നേടിയ ലിത്വാനിയൻ സിനിമയുടെ പേര് ടോക്സിക് എന്നാണ്. എന്താണ്? ടോക്സിക്. സൗളി ബിലുവെറ്റ സംവിധാനം ചെയ്ത ടോക്സിക്കിന്, അപ്പോ ഈ ടോക്സിക്കിന്റെ സംവിധായകൻ ആരാണ്? സൗളി ബിലുവെറ്റൈ. സൗളി ബിലുവെറ്റൈ ആരാണ്? സൗളി ബിലുവെറ്റൈ ടോക്സിക്കിന്റെ സംവിധായകൻ. 40 ലക്ഷം രൂപയാണ് സമ്മാനമായിട്ട് ലഭിക്കണേ കേട്ടോ. ഇനി അടുത്തത് ഈ ഗോവയിൽ നടന്ന 55ാമത്തെ ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ മികച്ച സംവിധായകൻ ആരാണെന്ന് നമ്മൾ പഠിക്കണം. ആരാണ്? ബോഗ്ദൻ. ആരാണ്? ബോഗ്ദൻ മുറാസൻ. ആരാണ്? ബോഗ്ദൻ മുറാസൻ. ബോഗ്ദൻ മുറാസൻ ആണ് മികച്ച സംവിധായകൻ. ഇനി ലോക ചലച്ചിത്ര മേഖലയിലെ ആജീവനാന്ത സംഭാവനയ്ക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ സത്യജിത് റായ് പുരസ്കാരം ആർക്കാ കിട്ടിയത്? ഓസ്ട്രേലിയൻ സംവിധായകൻ ഫിലിപ്പ് നോയ്സിന്. ആർക്കാ കിട്ടിയേ? ഓസ്ട്രേലിയൻ സംവിധായകൻ ഫിലിപ്പ് നോയ്സിനാണ് ലോക ചലച്ചിത്ര മേഖലയിലെ ആജീവനാന്ത സംഭാവനയ്ക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ സത്യജിത് റായ് പുരസ്കാരം. അപ്പൊ ലോക ചലച്ചിത്ര മേഖലയിലെ ആജീവനാന്ത സംഭാവനയ്ക്ക് ഇന്ത്യൻ സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന്റെ പേരാണ് സത്യജിത് റായ് പുരസ്കാരം. അത് 55ാമത്തെ ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ നേടിയത് ഓസ്ട്രേലിയൻ സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ പേര് ഫിലിപ്പ് നോയ്സ് എന്നാണ്. ക്ലിയർ ആയല്ലോ? അടുത്തത് നോക്കൂ. ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ പുരസ്കാരം. അപ്പോ ഈ മേളയിൽ തന്നെ ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ പുരസ്കാരവും പ്രഖ്യാപിക്കുന്നുണ്ട്. അത് നേടിയത് ബോളിവുഡ് താരമാണ് വിക്രാന്ത് മാസി. ആരാണ്? വിക്രാന്ത് മാസിക്കാണ് ലഭിച്ചത് കേട്ടോ. ഇനി അടുത്തത് ബംഗ്ലാദേശിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് വാർത്താ പ്രാധാന്യം നേടിയ മത സംഘടനയാണ് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി. എന്താണ്? അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി അഥവാ ഇസ്കോൺ. ഇതിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ്. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്നതാണ് ഇസ്കോൺ അഥവാ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയുടെ പൂർണ്ണ രൂപം അല്ലെ. ബംഗ്ലാദേശിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് വാർത്താ പ്രാധാന്യം നേടിയ മതസംഘടനയാണ് ഇത്.
1966 ന്യൂയോർക്കിൽ ഭക്തി വേദാന്ത സ്വാമി പ്രഭുവാണ് സംഘടന സ്ഥാപിച്ചത്. ആരാ സ്ഥാപിച്ചത്? ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ. ആരാണ്? ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദയാണിത് സ്ഥാപിച്ചത്. ഇതിനെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്നും വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ഹരേ കൃഷ്ണ പ്രസ്ഥാനം. അടുത്തത് നമ്മൾ പഠിക്കുന്നത് കൊക്കോ ലോകകപ്പാണ്. ആദ്യത്തെ കൊക്കോ ലോകകപ്പ് മത്സരം നടക്കുന്നത് എവിടെയാണ്? എവിടെയാ നടക്കണേ ആദ്യത്തത്? കൊക്കോ ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്നു. എവിടെ നടക്കുന്നു? ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. കൊക്കോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ 2025 ജാനുവരി 13 മുതൽ 19 വരെ നടക്കുന്ന മത്സരത്തിൽ 24 രാജ്യങ്ങളിലെ ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. അടുത്തത്, ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം അടുത്തിടെ എവിടെ കണ്ടെത്തി? എവിടെയാ കണ്ടെത്തിയേ? മധ്യ ചൈനയിലാണ് കണ്ടെത്തിയത് മധ്യ ചൈനയിലാണ്. മധ്യ ചൈനയിൽ ഹുനാൻ എന്ന് പറയുന്ന പ്രവിശ്യയിലെ പാൻജിയാങ് കൗണ്ടിയിലാണ് കണ്ടെത്തിയത്. വളരെയധികം ഗുണനിലവാരമുള്ള 1000 ടൺ അയിരാണ് കണ്ടെത്തിയത് കേട്ടോ. ഇനി അടുത്തത്, ഏത് റോമൻ ചക്രവർത്തിയുടെ വെങ്കല പ്രതിമയുടെ തലഭാഗമാണ് ഡെൻമാർക്ക് തുർക്കിക്ക് നൽകാൻ തീരുമാനിച്ചത്? എന്താണ്? ഏത് റോമൻ ചക്രവർത്തിയുടെ വെങ്കല പ്രതിമയുടെ തലഭാഗമാണ് ഡെൻമാർക്ക് തുർക്കിക്ക് നൽകാനായിട്ട് തീരുമാനിച്ചത്? ആരുടെയാണ്? സെപ്റ്റിമിയസ് സെവറസ്. ആരുടെയാണ്? സെപ്റ്റിമിയസ് സെവറസിന്റെയാണ്. അപ്പോ ഈ അരനൂറ്റാണ്ടിലേറെയായിട്ട് ഡെൻമാർക്കിലെ ഒരു മ്യൂസിയത്തില് ഇത് പ്രദർശിപ്പിച്ചേക്കായിരുന്നു. ആ മ്യൂസിയത്തിന്റെ പേര് ഗ്ലിപ്റ്റോടെക് മ്യൂസിയം എന്നാണ്. അപ്പൊ ഡെൻമാർക്കിലെ ഗ്ലിപ്റ്റോടെക് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുകയായിരുന്ന ചക്രവർത്തിയുടെ ശിരസ് ഡെൻമാർക്ക് തുർക്കിക്ക് നൽകാൻ തീരുമാനിച്ചു. ക്ലിയർ ആയല്ലോ? അടുത്തത് നോക്കൂ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ലേല ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരം എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാണെന്നറിയോ? IPL വിലയേറിയ താരം ഋഷഭ് പന്താണ്. എത്ര അദ്ദേഹത്തിന്റെ വില എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? മെഗാലേലത്തില് 27 കോടി രൂപയ്ക്കാണ് ഋഷഭിനെ ലക്നൗ സൂപ്പർ ജെയിൻസ് ടീം സ്വന്തമാക്കിയത്. അപ്പൊ ലക്നൗ സൂപ്പർ ജെയിൻസ് ടീം എന്താണ്? ലക്നൗ സൂപ്പർ ജെയിൻസ് ടീം 27 കോടി രൂപയ്ക്ക് ഋഷഭ് പന്തിനെ സ്വന്തമാക്കി. അപ്പൊ എത്ര മാത്രമാണ് അദ്ദേഹത്തിന്റെ വാല്യൂ എന്ന് നിങ്ങൾ നോക്കൂ. 16 കോടി രൂപയ്ക്ക് ഇത്ര നാളും ഡൽഹി അദ്ദേഹത്തെ നിലനിർത്തി പോന്നു. ഇപ്പൊ 16 കഴിഞ്ഞ് 26 കഴിഞ്ഞ് 27 കോടി രൂപയ്ക്കാണ് ലക്നൗ സൂപ്പർ ജെയിൻസ് ടീം അദ്ദേഹത്തെ സ്വന്തമാക്കിയത്. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ, ഒരു 10 ചോദ്യങ്ങളെ പഠിച്ചോളൂ. ഇങ്ങനെ കുറച്ച് ഞാൻ ഇടയിൽ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ ഇടും. അപ്പൊ അത് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വളരെ ഉപകാരവും. കാരണം ഒരുമിച്ച് നമ്മൾ 1000 ചോദ്യങ്ങൾ, 500 ചോദ്യങ്ങൾ, 50 ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പഠിക്കണേക്കാൾ 10 12 ചോദ്യം പഠിക്കുമ്പോൾ എത്ര പെട്ടെന്ന് നമുക്കത് മനസ്സിൽ പതിയുക. പിന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ കുറച്ചും കൂടി അതിനെക്കുറിച്ച് ഫുള്ളായിട്ട് നമ്മൾ പഠിച്ചു തീർക്കുകയും ചെയ്യും. അപ്പൊ ക്ലാസ് ഇഷ്ടമായിച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ. കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസ് വെച്ചാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.